കണ്ടോ, ഇതാണ് നമ്മുടെ ഉപ്മാവ്. നമുക്കപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത്. അതെല്ലാം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. അരിഞ്ഞ് മഷി പോലെ ഒന്നും ആയി പോകരുത്. ഇതുപോലെ ക്രഷ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇനി നമുക്ക് എടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ക്രഷ് ചെയ്ത ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മല്ലിയില, നട്ട്സ്, ഒരു സവോള, അത്രയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5-6 നട്ട്സ് എടുത്താൽ മതി. നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഉപ്മാവിന്. ഇനി റവ എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. 1.5 ഗ്ലാസ് ഓർഡിനറി റവയ്ക്ക് ഞാൻ 1/2 ഗ്ലാസ് നമ്മുടെ സൂചിയുടെ ഫൈൻ റവ, ആ യെല്ലോയിഷ് കളറിലുള്ള ആ റവയാണ് എടുത്തിരിക്കുന്നത്. ആ റവയും അപ്പോൾ ആകെ മൊത്തം ഇപ്പോൾ 2 കപ്പ് റവയാണ് ആകെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആകെ കടായി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് മതി. റവ വറക്കാനുള്ള നെയ്യ് മാത്രമാണ്. 1 ടീസ്പൂൺ മതി. ഇനി കൂടുതൽ ഹെൽത്ത് നോക്കാത്തവർക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഇനി നമ്മൾ അതിലേക്ക് ആ റവ ഇട്ടു നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റവയുടെ ഒരു നല്ല ഫ്ലേവർ വരും. ഒരുപാട് കരിഞ്ഞു പോകരുത്. ജസ്റ്റ് നല്ലൊരു ഫ്ലേവർ വന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കും തന്നെ ഇത് മിനിമം തീയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു 1 മിനിറ്റൊക്കെ വറുത്തുള്ളൂ. കണ്ടോ, അപ്പോഴത്തേക്ക് റെഡിയായി. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി അതേ കടായി തന്നെ വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന അടുപ്പിൽ വെച്ചിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി അതല്ല കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഞാൻ എന്തായാലും നെയ്യ് മാത്രമല്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിലൊരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും എല്ലാം. ഇനി അടുപ്പ് കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് കടുകാണ്. കടുക് ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയായിരിക്കും. 1/4 ടീസ്പൂൺ കടുക് ഇടുന്നു. അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി അടുത്തതായിട്ട് ഇടാനുള്ളത് ഉഴുന്നുപരിപ്പാണ്. ഞാൻ ഉഴുന്നുപരിപ്പ് അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ കഴുകിയിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. കഴുകി ഉഴുന്നുപരിപ്പ് ഇട്ടു. ഒരു 1/4 ടീസ്പൂണോ അല്ല 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. ഇനി നട്ട്സ് ഇട്ടു, സവോള ഇട്ടു. കറിവേപ്പില ഇടാൻ ഞാൻ മറന്നു പോയതാണ്. കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഈ സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ബ്രൗണൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാടാനായിട്ടൊരു 1-2 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് വാടി കിട്ടും. അത് പറഞ്ഞ പോലെ 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ആ വഴന്ന് വരുമ്പോഴേക്കും കണ്ടോ, സവോളയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അടുത്തതായിട്ട് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില നേരത്തെ മറന്നു പോയതുകൊണ്ട് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തേ. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, നന്നായിട്ടൊന്നും കൂടെ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഒരുപാട് കളറൊന്നും മാറരുത്. ക്യാരറ്റിൻ്റെ കളർ മാറാത്ത രീതിയിൽ തന്നെ 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് 2 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഇനി 4 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിൽ 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 2 ഗ്ലാസ് റവയ്ക്ക് 4.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സോ കപ്പോ ഏതെല്ലാം നിങ്ങൾ റവ എടുത്ത് അത്രയും അതിലേക്ക് ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള ഉപ്പിടണം. കുറച്ച് 2 പിഞ്ച് നേരത്തെ ഇട്ടിരുന്നു, സാരമില്ല. അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ 1/4 to 1/2 ടീസ്പൂൺ ഉപ്പിടുക. പിന്നെ ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം തിളച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഉപ്പ് ഇത്തിരി ഒന്ന് മുമ്പിലേക്ക് നിൽക്കണം, കാരണം റവയും കൂടി ഇടാനുള്ളതല്ലേ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം തിളച്ചപ്പോൾ റവ പതുക്കെ ആയിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ, അല്ലെങ്കിൽ വേഗം റവ കട്ടയാവും. ഇപ്പോഴൊക്കെ മിനിമം ലോ ഫ്ലെയിമിലേ വെക്കാവൂ തീയൊക്കെ. എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി നല്ല ഡ്രൈ ആയി വരണം. നല്ല ഡ്രൈ ആയി വരുമ്പോഴേക്കാണ് നമ്മളിനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് അതിലേക്ക് ഇടാൻ പോണത്. തേങ്ങ ചിരവിയത്. അത് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് ടു 1 കപ്പ് ഇടാം. നമുക്ക് ഇഷ്ടമുള്ളത്രയും തേങ്ങ ഇടുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മല്ലിയിലയും കൂടെ ഇട്ടു, നന്നായിട്ട് ഇളക്കി. ഇനി നമ്മളത് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനെന്തോ തട്ടിപ്പൊത്തി വെക്കുക എന്നെന്തോ ആണ് പണ്ടുള്ളവർ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോണത്. ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത്, കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് തവി കൊണ്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കാം. അടച്ചിട്ട് ഇനി ലോ ഫ്ലെയിമിൽ ഒരു 5 to 8 മിനിറ്റോളം വെച്ച് വെക്കുക. കണ്ടോ, 5-8 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയതാണേ. അപ്പോൾ നല്ല ഉപ്മാവ് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ് കേട്ടോ. ഹായ്, അപ്പം എല്ലാവരും ഉപ്മാവെല്ലാം കണ്ടല്ലോ അല്ലേ? ഉപ്മാവ് കാണാനും നല്ലതാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നല്ലതായാലും ചീത്തയായാലും കമൻറ്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തണേ. പിന്നെ എല്ലാ സപ്പോർട്ടും തരാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. സോ ആ മിസ്റ്റേക്സും കൂടെ നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്താൽ ഐ ക്യാൻ കറക്റ്റ് ഇറ്റ് ഫോർ ഫ്യൂച്ചർ വീഡിയോസ്. സോ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.